ചേട്ടാ, എനിക്ക് ഇന്ന് 2-3 സംശയങ്ങൾ ചേട്ടനോട് ചോദിക്കാനുണ്ട്. ഓ ഈ കന്യാസ്ത്രീകളുടെ വിവാദം ഇപ്പോഴും തീർന്നിട്ടില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ സംശയങ്ങൾ. ഒന്ന്, ആദ്യത്തെ സംശയം, ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ്, ഉണ്ടായ വിവാദം, അവരുടെ മോചനം, ഇതൊക്കെ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് കുറച്ചുകൂടെ ഷാർപ്പായൊരു ചോദ്യമാണ്. ചേട്ടൻ്റെ മറുപടി ഒരുപാട് പേർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം BJP വളരെ ധൃതിയിൽ ഒരിടപെടുകയും അവിടെ പോയി അവരെ മോചിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തുകയും പ്രോസിക്യൂഷൻ കസ്റ്റഡി വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത്. പക്ഷേ അതിനുശേഷവും സഭ BJPക്കെതിരെ അതിനിശിതമായ വിമർശനം തുടരുകയാണ്. ജാമ്യം മേടിച്ചു തന്നു എന്ന് പറയുന്നവർ തന്നെയാണ് അറസ്റ്റിലാക്കിയതും ജയിലിലിട്ടതും എന്നൊക്കെ പറയുന്ന വാദമുണ്ട്. അതേസമയം തന്നെ സ്വാമി ചിദാനന്ദപുരി, KP ശശികല ടീച്ചർ, RV ബാബു, TP സെൻകുമാർ അടക്കം ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ അതിനിശിതമായി, ചിദാനന്ദപുരി സ്വാമിയാണെങ്കിൽ ഇനി പോലീസും കോടതിയൊന്നും വേണ്ട, രാഷ്ട്രീയക്കാർ തീരുമാനിച്ചാൽ മതി എന്ന് പറയുന്ന തരത്തിലുള്ള വളരെ മാരകമായ പ്രസ്ഥാനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇതൊരു ഹിന്ദു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹിന്ദു മൂവ്മെൻറ്റിന് കേരളത്തിൽ ദോഷം വരുത്തുമോ? അത് കണ്ടറിയേണ്ടതാണ്. വലിയ ദോഷമൊന്നും വരുത്തില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഈ ഹിന്ദു പക്ഷം എന്ന് പറയുന്നവർ പൊതുവെ പൊളിറ്റിക്കലി BJP പക്ഷമാണ്. അവർക്ക് ഇത്രയധികം ദേഷ്യം വരാനുള്ള കാരണവും അതാണ്. LDFോ UDFോ അവരുടെ ഘടകകക്ഷികൾ ആരെങ്കിലുമൊക്കെയാണ് ഇതുപോലെയൊക്കെ ഇടപെടുന്നതെങ്കിൽ അതൊരു സ്വാഭാവികമായ കാര്യമായിട്ട് അവരങ്ങ് വിടും. അങ്ങനെയല്ലേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ സ്വന്തം എന്ന് അവർ വിചാരിച്ചവർ അവർക്കിഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ 180 ഡിഗ്രി ഓപ്പോസിറ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തപ്പോൾ ഉണ്ടായ ധാർമ്മിക രോഷം അത് വളരെ വലുതാണ്. ഒരു ശത്രു നമ്മളെ ചതിക്കുമ്പോൾ നമുക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാവില്ല. ചതിയിൽ നമ്മൾ പെടും, അതിൽ നിന്ന് കരകയറാൻ നോക്കും. ബട്ട് ഒരു മിത്രം നമ്മളെ ചതിക്കുമ്പോഴോ, അതാണ് യഥാർത്ഥ ചതി എന്ന് പറയുന്നത്, ബിട്രയൽ. അപ്പോൾ വി ആർ ബിട്രേഡ് എന്നൊരു തോന്നൽ ഈ ഹിന്ദു ഗ്രൂപ്പ്സിന് ഉണ്ടായി. BJPയുടെ നിലപാട് നമ്മളെ ചതിച്ചു. അതെ. അവരുടെ ഇൻട്രസ്റ്റിന്, ബേസിക് ഫണ്ടമെൻ്റൽ ഇൻട്രസ്റ്റിന് എഗൻസ്റ്റാണ് BJPയുടെ പോക്ക് എന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഞെട്ടൽ, അതിൻ്റെ ദേഷ്യം, അതിൻ്റെ ഫ്രസ്ട്രേഷൻ, ഇതൊക്കെയാണ് RV ബാബു ആണെങ്കിലും സ്വാമി ചിദാനന്ദപുരി ആണെങ്കിലും പരസ്യമായിട്ട് പ്രകടിപ്പിച്ചത്. ഇതിൽ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഇതിൽ ഈ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഹിന്ദു ഗ്രൂപ്പ്സ് പെരുമാറുന്നത് ഇങ്ങനെയാണ്. അവർ പരസ്യമായിട്ട് റിയാക്ട് ചെയ്യും. അവരുടെ റെസിലിയൻസ് ഉണ്ടല്ലോ, ഇത്രയും കാലം അവർ പിടിച്ചു നിന്നത് തന്നെ ഈ സ്വയം വിമർശിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്, ട്രാൻസ്പെറൻസി കൊണ്ടാണ്. ഹിന്ദുക്കൾ തമ്മിലടിക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും ഈ തമ്മിലടിക്കുമ്പോൾ പോലും അതിനകത്തൊരു ഡിസിപ്ലിൻ ഉണ്ടാകും. അതൊരു റിലീഫ് വാൽവായിട്ട് പ്രവർത്തിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയിപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നൊരാശ്വാസം, ഇതൊക്കെ ഉണ്ടാകും. കേരളത്തിൽ സംഭവിക്കുന്നത്, കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവെ മനസ്സുകളൊക്കെ, ഈവൻ സംഘപരിവാറിലെ ഒരുപാട് പേരുടെ മനസ്സ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോജിക്കിലാണ് പ്രവർത്തിക്കുന്നത്. ഐഡിയോളജി അല്ല, ലോജിക്ക്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ CPM ഒന്ന് പറയും, അത് തന്നെ CITU പറയണം, പറഞ്ഞില്ലെങ്കിൽ അയാളെ പുറത്താക്കും. ഇത് തന്നെ ഇവർ NGO യൂണിയൻ പറയണം, ഇത് തന്നെ DYFI പറയണം, ഇത് തന്നെ SFI പറയണം. എതിരഭിപ്രായം വന്നാൽ അപ്പം പിടിച്ച് പുറത്താക്കും. സംഘപരിവാറിന് അതില്ല. സംഘപരിവാറിന് ഇവരെല്ലാം ഇൻഡിപെൻഡൻ്റ് ഓർഗനൈസേഷനാണ്. BJPയുടെ പോഷക സംഘടനകളല്ല, RSSൻ്റെ പോഷക സംഘടനകളുമല്ല. ബട്ട് RSSൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് കറങ്ങുന്ന ഉപഗ്രഹങ്ങളാണ്. ബേസിക് ഊർജം അവർക്ക് കിട്ടുന്നത് RSSൽ നിന്നാണ്. ബട്ട് RSS ലൈനിൻ്റെയോ അല്ലെങ്കിൽ BJP ലൈനിൽ നിന്നോ അല്പം വ്യത്യസ്തപ്പെട്ട പ്രവൃത്തികളൊക്കെ അവർ ചെയ്തു എന്ന് വരും. ഫോർ എക്സാമ്പിൾ, ബജറംഗ് ദളിൻ്റെ വയലൻസ് RSS ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമല്ല, വയലൻസ്. ബട്ട് ദെൻ സംടൈംസ് ബജറംഗ് ദൾ വയലൻസിൽ പോയി ചാടും.
violence will be justified by some people. That will not be justified by another group. അല്ല, റിസൾട്ടൻ്റ് ആയിട്ട് ഒരു കാര്യത്തിൽ അവർ വയലന്റ് ഗ്രൂപ്പ് അല്ലല്ലോ, ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർ അങ്ങനെ ആയി പോകുന്നതല്ല. ആയി പോകുന്നതാണ്. ബട്ട് വയലന്റ് പെർസെ RSS അനുകൂലിക്കുന്ന കാര്യമല്ല. ഇപ്പം നിങ്ങളൊരു പാസ്റ്ററെ വഴിയിൽ തടഞ്ഞു വെച്ചു, 2 അടിയും കൊടുത്തു. വാട്ട് ഈസ് ദാറ്റ് യു ആർ അച്ചീവിങ് അൾട്ടിമേറ്റ്ലി? അപ്പോൾ നിങ്ങളുടെ ദേഷ്യം തീർത്തു എന്നുള്ളതല്ലാതെ അൾട്ടിമേറ്റ്ലി യു ഹാവ് ക്രിയേറ്റഡ് എ ബാഡ് ബ്ലഡ്. അല്ല, നാളെ ആ പണി ചെയ്യാൻ ഇത്തിരി ഭയപ്പെടും. ഞാനതാ പറയുന്നത്. ഈ തല്ലിയാളിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, തല്ലരുതായിരുന്നു എന്ന് പറയുന്നവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഇത് വളരെ ഉറക്കെ RSSൽ ചർച്ച ചെയ്യപ്പെടും. ഇവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് വിവിധ ക്ഷേത്ര ബൈഠക്ക് എന്ന് പറയും. ഇപ്പോൾ വിവിധ ക്ഷേത്രം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ പലരും ധരിച്ചത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അങ്ങനെയല്ല. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനത്തിൻ്റെ ഏരിയ, ആ അർത്ഥത്തിലാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് നടക്കുന്ന ബൈഠക്കിൽ പല ബൈഠക്കിലുമൊക്കെ നേരത്തെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഒന്നിൻ്റെയും ഓഫീസ് ബെയറർ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നില്ല. ബട്ട് എനിക്കറിയാം ഇതിൻ്റെ ഡൈനാമിക്സ്. അത് ഓപ്പണായിട്ട് ചർച്ച ചെയ്യും. ചിലതിലൊക്കെ തീരുമാനം എടുക്കും, ചിലത് തീരുമാനമില്ലാതെ നമുക്ക് അടുത്ത ബൈഠക്കിൽ ചർച്ച ചെയ്യാമെന്ന് പറയും. അടുത്ത ബൈഠക്ക് വരുമ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂ വരും, ഈ ഇഷ്യൂ തന്നെ ഇല്ലാതെ പോകും. ഇങ്ങനെ പോകുന്നൊരു സ്വഭാവമാണ് സംഘപരിവാറിൻ്റെ. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് BJPയെ ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ, സംഘപരിവാർ ഗ്രൂപ്പുകൾ, തീവ്ര ഹിന്ദു വിശ്വാസമുള്ളവർ, ഇവർ അബാൻഡൻ ചെയ്യും എന്ന് എനിക്ക് വിശ്വാസമില്ല. തീവ്ര ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല, സാധാരണക്കാർക്കും മുറിവേറ്റു. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ആയിക്കോട്ടെ, പക്ഷേ ഇവരാരും തന്നെ BJP അങ്ങ് ഉപേക്ഷിച്ച് കളയാം എന്ന് വിചാരിക്കില്ല. ശശികല ടീച്ചർ വളരെ തുറന്നു പറഞ്ഞു, ശബരിമലയ്ക്ക് സമരവുമായി ബന്ധപ്പെട്ട് എനിക്ക് സെൻകുമാറിനെതിരെ, സുരേന്ദ്രനെതിരെ, KS രാധാകൃഷ്ണനെതിരെ ആയിരക്കണക്കിന് കേസുകളുണ്ട്. 7 എണ്ണം മാത്രമേ ക്വാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഞങ്ങൾ ഫൈറ്റ് ചെയ്യാണ്. ഒരു ഗോഡ് ഫാദറും വന്ന് കണ്ടില്ല. ഇത് ആ ശബരിമല കേസിൻ്റെ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും അറിയാം. സംഘപരിവാറിൽ അങ്ങനെ ഗോഡ് ഫാദർ ഉണ്ടാവാറില്ല. ഇതുപോലത്തെ കേസുകൾ അവരവർ തന്നെ ഫൈറ്റ് ചെയ്യുകയാണ് പതിവ്. ഇതൊരു പുതിയ കാര്യമല്ല. അപ്പോൾ സംഘകുടുംബത്തിലെ ഒരാൾ മറ്റുള്ളവരുടെ ഗോഡ് ഫാദർ ആവേണ്ടതുണ്ടോ? ഗോഡ് ഫാദർ ഉണ്ടെങ്കിലും ഉണ്ട്, ഇല്ലാത്ത സംഭവങ്ങളും ഉണ്ട്. ഞാനിപ്പോൾ ശബരിമല കേസിൽ നിർഭാഗ്യവശാൽ ഞാൻ ഇപ്പുറത്തായിരുന്നില്ല, സ്ത്രീകളെ കയറ്റുന്നു. ബട്ട് സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞ് സമരം ചെയ്തവർക്ക് അവരുടെ പേരിൽ കേസ് വന്നപ്പോൾ ജാമ്യം എടുക്കാൻ, അതിൻ്റെ പിഴ കൊടുക്കാൻ 2000 രൂപയൊക്കെ ഉള്ളൂ. ബട്ട് 2000 രൂപ ഈ മനുഷ്യൻ്റെ കയ്യിലില്ല. അയാൾ കായലിൽ മീൻ പിടിച്ച് ജീവിക്കുന്നതാണ്. എന്ത് ചെയ്യും? ആ 2000 രൂപ അയാൾക്ക് വേണ്ടിയിട്ട് പിഴ. ഇതിനൊക്കെ ഞാനും തയ്യാറായിട്ടുണ്ട്, പോയിട്ടൊക്കെ ഉണ്ട്. ബിക്കോസ് ലൂസ്ലി ഐ ബിലോങ് ടു ദാറ്റ് ഗ്രൂപ്പ് ആൻഡ് ദേ ബിലോങ് ടു മീ. ദേ ആർ മൈ ബ്രദേഴ്സ്. അവർ എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യത്തിന് അവർ സമരത്തിന് ഇറങ്ങി എന്ന് വിചാരിച്ച് ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല. ഈ ചേട്ടൻ നമുക്കെതിരെയാണല്ലോ നിൽക്കുന്നത് എന്ന് അവരും വിചാരിക്കില്ല. കാരണം രണ്ടുപേരുടെയും ബ്രോഡ് പർപ്പസ് ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഗോഡ് ഫാദർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, 1-2 കേസിൽ ഞാൻ ഗോഡ് ഫാദർ ആയിരുന്നു. വ്യാപകമായിട്ട് ഇതുപോലത്തെ കേസുകൾ നടത്താനുള്ള റിസോഴ്സസ് എനിക്കില്ല. ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ്, വൈ ഐ ഡിഡ്ന്റ് ഡു. അപ്പോൾ മാത്രമല്ല, കേസുകൾ ക്വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്കെതിരെ 100 FIR ഉണ്ട്, ഇത് 100ഉം ക്വാഷ് ചെയ്ത് തരണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോകാൻ പറ്റില്ല. ഓരോ കേസിനും സെപ്പറേറ്റ് ക്വാഷ് ആപ്ലിക്കേഷൻ കൊടുക്കണം, വേണ്ടേ? 482 അനുസരിച്ച് ക്വാഷ് ചെയ്യണം. ഇതിൽ ഒഫൻസ് ഇല്ല, അതില്ല. കാരണം ഓരോ കേസിലും ഒരേ ഒഫൻസ് ആയിരിക്കും, പക്ഷേ കേസ് വേറെ വേറെ. ഈ ആയിരക്കണക്കിന് കേസുകൾ ക്വാഷ് ചെയ്ത് വരുമ്പോൾ എത്ര കാലം എടുക്കും? എന്ത് ചെയ്യും? വെൻ ദർ ഇസ് ആൻ ഒപ്രസീവ് ഗവൺമെൻറ്, യു ഹാവ് ടു ഫൈറ്റ് ലൈക്ക് ദിസ്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എടുക്കുന്നത്, നമ്മളൊരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് എന്ത് നേട്ടം ഉണ്ടാവുന്ന ഒരു ചിന്ത വേണ്ടേ? കാരണം BJPയെ സംബന്ധിച്ചിട്ട് BJPയുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ സോക്കോൾഡ് ഹിന്ദുക്കളാണ്. അവർക്ക് മുറിവേക്കുന്ന ഒരു സംഗതി ചെയ്ത് കിട്ടുമോ കിട്ടുകയില്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ട്, നാടൻ ഭാഷ പറയുന്ന പോലെ ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയുമില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു എന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ?
അങ്ങനെ പലരും പറയുന്നു. അതൊരു താൽക്കാലികമായ ഒരു ദേഷ്യമാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇതൊക്കെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. കുറച്ചൊക്കെ ദേഷ്യപ്പെട്ട് കുറച്ച് BJPക്ക് വോട്ട് ചെയ്യാതെ, വോട്ട് ചെയ്യാനേ പോകാതെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു തിരഞ്ഞെടുപ്പിൽ ഞാനും വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് പ്രതിഷേധിച്ചിട്ട്. ദിസ് ഹാപ്പൻസ് ആൻഡ് ദാറ്റ് ഈസ് ഡെമോക്രസി. യു ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ്. നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ആണ്, പക്ഷേ ഇതെല്ലാം ചേർന്നതാണ് പൊളിറ്റിക്സ്. ഞാനൊരു ഡയറക്റ്റ് ചോദ്യം ചേർത്ത് ചോദിക്കട്ടെ, അപ്രിയമായിരിക്കാം. BJP എടുത്ത നിലപാട് BJPക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? ഗുണം ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് BJP അത് അവരുടെ വിശ്വാസം. ചേട്ടൻ്റെ വിലയിരുത്തലാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ വിലയിരുത്തൽ ഗുണമോ ദോഷമോ ഇതിനെ ചൊല്ലിയോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ഇഷ്യൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇല്ലാതെ പോകും. ഇപ്പോൾ ക്രൈസ്തവ സഭ നടത്തിയത് ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് സമരമാണ്. അത് കന്യാസ്ത്രീകളെ പുറത്തു കൊണ്ടുവരാനുള്ള സമരമായിരുന്നില്ല. എന്തിനാണ്? അത് വേറെ എന്തോ ലക്ഷ്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ കന്യാസ്ത്രീകൾ, എത്രയോ അച്ഛന്മാർ ഒക്കെ അറസ്റ്റിലൊക്കെ ആയിട്ടുണ്ട് അല്ലേ? ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിലും ഹീനമായ പ്രവൃത്തികൾക്കൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത ബഹളം ഇന്ന് കത്തോലിക്ക സഭ കാണിക്കുന്നത് എന്തിനാണ്? ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നു. കളമശ്ശേരിയിൽ മരിച്ചത് ന്യൂനപക്ഷമല്ലേ? ബോംബ് വെച്ചതല്ലേ ഒരാൾ? എന്താ അതിനെ ചൊല്ലി ഇപ്പം എവിടെയാ കേസ് അറിയാമോ? സോ ന്യൂനപക്ഷമല്ല ഇവിടെ വിഷയം. കത്തോലിക്ക സഭയുടെ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഇത്ര വലിയ ബഹളം കേരളത്തിൽ നടക്കണമെങ്കിൽ, ഛത്തീസ്ഗഡിൽ ഈ ബഹളമില്ല, ഡൽഹിയിൽ ഈ ബഹളമില്ല. സാധാരണ ഡൽഹിയിലെ ബിഷപ്പ് ഒക്കെയാണ് കിരീടമൊക്കെ വെച്ചിട്ട് ആദ്യം പോയിട്ട് നരേന്ദ്രമോദിയെ കണ്ട് പരാതി പറയുന്നത്. ഡൽഹിക്കാരാണ്, അവർക്കാണല്ലോ അപ്രോച്ചും. അവരെയാണ് എപ്പോഴും മോദി കെട്ടിപ്പിടിക്കുന്നതും കേക്ക് കൊടുക്കുന്നതും റിബൺ കട്ട് ചെയ്യുന്നതും ഒക്കെ. ഇവർ ഈ കേക്ക് എന്നൊക്കെ പറയുന്നില്ല. നരേന്ദ്രമോദി കേക്ക് കൊടുത്തത് ഡൽഹിയിലെ ബിഷപ്പിനാണ്, അഥവാ പോയി വാങ്ങിച്ചത്. അല്ല, BJPക്കാർ വീടുകളിലൊക്കെ കേക്കുമായിട്ട് പോകുന്നുണ്ട്. അതിവിടെ മോദി ആർക്കാ കൊടുത്തത്? അവർക്കാണ് കൂടുതൽ അപ്രോച്ച്. അവരിറങ്ങിയില്ല. ഇവിടെ നിന്ന് ആൾക്കാർ പോവുമായിരുന്നു. BJP എന്ന് തന്നെ സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ, പിന്നെ ഇവിടുത്തെ MP-മാർ അമിത്ഷായെ കാണുന്നു ഒക്കെയാണ്. വാട്ട് വാസ് ഡൽഹി സഭ ഡൂയിങ്? നത്തിങ്. നമ്പർ 2, ഇക്കാര്യത്തിൽ ക്ഷോഭിക്കുന്നവരാണ് ബോംബെ സഭ. അനങ്ങിയില്ല. ഛത്തീസ്ഗഡ് അനങ്ങിയില്ല. ഛത്തീസ്ഗഡിൽ ഈ ദുർഗ് കോടതിയുടെ മുമ്പിൽ നടന്ന ഷോയല്ലാതെ വേറെ ഒന്നും ഛത്തീസ്ഗഡിലുണ്ടായില്ല. കേരളത്തിൽ ഡിസ്പ്രപ്പോർഷനേറ്റായ ബഹളം, ദാറ്റ് ടു അഗൈൻസ്റ്റ് ഗവർണർ. രാജ്ഭവൻ്റെ നേർക്ക് ഒരു ഫുൾ ഡേ അവിടെ ധർണ, കംപ്ലീറ്റ് റോഡ് ബ്ലോക്ക്. വാട്ട് ഫോർ? കേരളത്തിലെ ഗവർണർ എന്ത് പഴിച്ചു? അപ്പോൾ ഈ ഡിസ്പ്രപ്പോർഷനേറ്റ് ബഹളത്തിൻ്റെ പുറകിൽ വേറെ എന്തോ താല്പര്യങ്ങളാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ ചരമദിനത്തിൽ വന്നതിന് ശേഷം ചില ബിഷപ്പുമാരുമായി സംസാരിക്കുകയും ചില ധാരണകൾ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. എനിക്കറിയില്ല. ഇത് പതുക്കെ ദിസ് വിൽ അൺഫോൾഡ്. വൺ ഡേ യു വിൽ നോ വാട്ട് വാസ് ദ റിയൽ അജണ്ട. കാരണം ക്രൈസ്തവ സഭയിലെ, കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാർക്ക് എല്ലാം തന്നെ പലർക്കും പല അജണ്ടയാണ്. ക്രോസ് പർപ്പസിലാണ് പലരും സംസാരിക്കുന്നത്. ഇപ്പോഴും BJPയെ എന്ത് ചെയ്യണം എന്നവർക്ക് ഒരു ഉറച്ച തീരുമാനമില്ല. കാരണം BJP വലിയൊരു ഗ്രൂപ്പുണ്ട് സഭയിലുമുണ്ട്, അൽമായന്മാരിലുമുണ്ട്. അൽമാരെല്ലാം കൂടെ BJPക്ക് വോട്ട് ചെയ്യാനൊന്നും തീരുമാനിച്ചിട്ടില്ല. സംശയാലുകളുണ്ട്, പ്ലസ് BJPക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്. BJP ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഐ സ്പോക്ക് ടു സെവറൽ ക്രിസ്ത്യൻസ്. അവരെല്ലാം എന്നോട് പറഞ്ഞത് BJP ഇതിൽ ഇടപെടരുതായിരുന്നു. മറ്റൊരു സംസ്ഥാനത്തിലെ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസാണ്, അതിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ച് കൈ കഴിയും. അതല്ലേ ശരി? അതായിരുന്നല്ലോ അത് ഒരു ശരിയാണ്. ശരികളിൽ ഒന്നതാണ്. കഴിഞ്ഞ നമ്മൾ തമ്മിൽ ഇതേ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പേഴ്സണലി ഞാനാണെങ്കിൽ അതേ ചെയ്യുള്ളൂ. ബട്ട് രാജീവ് ചന്ദ്രശേഖർ ഈസ് മോർ കേപ്പബിൾ, ഹീ ഈസ് ഹാവിങ് മോർ ഫീഡ്ബാക്ക് ദാൻ മീ. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഇതെന്താ ഇങ്ങനെ ചെയ്യാൻ കാര്യമൊന്നും ചോദിച്ചിട്ടില്ല. ബഹളം നടക്കണമല്ലോ, അതിനിടയ്ക്ക് വെറുതെ
ഒരു അഭിപ്രായം പറയാനോ ചോദിക്കാനോ ഒന്നും ഞാൻ പോയില്ല. ഫോർ ദാറ്റ് മാറ്റർ BJPയിലെ ആരോടും ഞാൻ സംസാരിക്കാൻ പോയില്ല. ബട്ട് ഐ സ്പോക്ക് ടു ക്രിസ്ത്യൻ ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങളുടെ അഭിപ്രായം ഇതിൽ ഇടപെടുണ്ടായിരുന്നു എന്നൊക്കെയാണ്, അതിരിക്കട്ടെ. എനിക്കറിയേണ്ടത് ഈ ബഹളത്തിൻ്റെ പിന്നിൽ എന്താണ്. ഈ 2 കന്യാസ്ത്രീമാർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ജാമ്യം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. കാര്യം NIA കേസ് എന്നൊക്കെ പറയുമെങ്കിലും ഇത് ഒരു സ്ഫോടന കേസോ തീവ്രവാദ പ്രവർത്തനമോ റെയിൽവേ സ്റ്റേഷന് ബോംബ് വെച്ചോ അങ്ങനെയായ കേസല്ല. ഇത് ബോർഡർ ലൈനിൽ നിൽക്കുന്ന, തട്ടിക്കൊണ്ട് പോയോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യത്തിൽ നിൽക്കുന്ന, പിന്നെ മാൻ മിസ്സിങ് കേസുകൾ, തട്ടിക്കൊണ്ട് പോകൽ, ബിലാസ്പൂർ ഹൈക്കോടതിയുടെ തന്നെ ഒരു വിധി അനുസരിച്ചും ഒക്കെ NIAക്ക് പോകേണ്ടതാണ്. അങ്ങനത്തെ കോംപ്ലിക്കേഷനാണ്. ആദ്യം മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിക്കുന്നു, സെഷൻസ് കൈമളത്തിയിട്ട് NIAക്ക് പോകാൻ പറയുന്നു. ഇങ്ങനെയുള്ളൊരു കേസാണ്, ബോർഡർ ലൈൻ കേസാണ്. ഇപ്പോൾ ബോർഡർ ലൈൻ കേസിൽ ടുഡേ അല്ലെങ്കിൽ ടുമോറോ യു വിൽ ജാമ്യം കിട്ടും. അപ്പോൾ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു ബഹളത്തിൻ്റെ ആവശ്യമില്ല. സെൻസിബിളായിട്ടുള്ള ബിഷപ്പുമാർ കത്തോലിക്ക സഭയിലുണ്ട്, അവർക്ക് വക്കീലന്മാരുണ്ട്, അവർ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ജാമ്യത്തിന് വേണ്ടിയിട്ട് ഇത്ര വലിയ ബഹളം നിൽക്കേണ്ട കാര്യം, അതും ഇവിടെ ഛത്തീസ്ഗഡിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ജുഡീഷ്യറിയെയും പ്രോസിക്യൂഷനെയും പോലീസിനെയൊക്കെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ഛത്തീസ്ഗഡിൽ വലിയ റാലി, ഒരു ദിവസത്തെ ഹർത്താൽ, അത് ഇതൊക്കെ ചെയ്യാം. ദേ ഡിഡ് നോട്ട്. കേരള BJPയെ സമ്മർദ്ദത്തിലാക്കാൻ ആക്കിയാൽ എളുപ്പത്തിൽ നടക്കും എന്നുള്ള തോന്നലുണ്ടായിരിക്കും. അത് ഒരു നല്ല കാൽക്കുലേഷൻ അല്ലല്ലോ. കേരള BJPയുടെ സമ്മർദ്ദത്തിൽ ഇത് നിന്നില്ലെങ്കിലോ. സോ ദാറ്റ് ഈസ്, ജാമ്യം ആയിരുന്നില്ല ഈ ബഹളത്തിൻ്റെ പിന്നിൽ, മറ്റെന്തോ ആണ്. അതിനി വരും ദിവസങ്ങളിൽ പുറത്തു വരും. ജാമ്യമല്ല, ജാമ്യത്തിന് വേണ്ടിയിട്ടല്ല ഈ ബഹളം നടന്നത്. BJPക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ ഈ ഇടപെടലുകൊണ്ട്? അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അറിയാൻ പറ്റും. കാരണം അതും ഒരു ബോർഡർ ലൈൻ കേസാണ്. പഴയ പോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ അംഗീകരിക്കുന്നില്ല BJPയുടെ ഇടപെടലും BJPക്കാരനാണ് പുറത്ത് വന്നതെന്നും അവർ സമ്മതിക്കുന്നില്ല. അവരുടെ അംഗീകാരം ഒരു പ്രശ്നവുമല്ല. പിന്നെ എന്തിനു ഈ എക്സർസൈസ്? ഈ ബിഷപ്പ് പറയുന്നിടത്തെല്ലാം കുഞ്ഞാടുകൾ നിൽക്കുന്നു എന്നുള്ള പ്രിസംഷനിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. കുറേ അധികം പേര് നിൽക്കുന്നുണ്ട്, കുറേ പേര് നിൽക്കുന്നില്ല. ക്രൈസ്തവ സഭയ്ക്ക് പഴയ കെട്ടുറപ്പ് ഇപ്പം ഇല്ല, കത്തോലിക്ക സഭയ്ക്കും ഇല്ല. മറ്റ് സഭകളൊക്കെ തമ്മിൽ അതിനുള്ളിൽ വഴക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഏകദേശം ഈ ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദുത്വം എന്ന് ഞാൻ പറയുന്ന പോലെ ഹിന്ദുവൈസേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. തമ്മിൽ അടിക്കുക, പരസ്യമായിട്ട് പ്രസ്താവന ഇറക്കുക. ഇന്നലെ കണ്ടില്ലേ, പാംപ്ലാനി പറഞ്ഞു, ഉടനെ തന്നെ വേറൊരാൾ എതിര് പറഞ്ഞു. ഇങ്ങനെ അപ്പോൾ അവരും സംശയിച്ച് അറച്ചൊക്കെ നിൽക്കുകയാണ്. BJPയുമായിട്ട് കൂട്ടുകൂടാമെന്ന്, വിശ്വസിക്കാൻ കൊള്ളാമോ ഇവരെ? അപ്പോൾ ഒരാൾ പറയാം, അവർ ജാമ്യം തന്നു, അറസ്റ്റ് ചെയ്തവരല്ലേ നിങ്ങൾ, പിന്നെ ജാമ്യം അറസ്റ്റ് ചെയ്തത് തന്നെ ബേസിക് ഇൻസിഡൻറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ BJP ആൻഡ് ദേ സേ ദാറ്റ് വി ഹാവ് സോൾവ്ഡ് ഇറ്റ്. അരെ, യു ക്രിയേറ്റഡ് ദ പ്രോബ്ലം. അതിലൊരു മെരിറ്റില്ലേ ആർഗ്യുമെൻറ്റിൽ? അപ്പോൾ ഇത് അവസാനം എവിടെ പോയി നിൽക്കും? ദേ ആർ യെറ്റ് ടു ടേക്ക് എ സ്റ്റാൻഡ്. BJP ഈസ് ഓൾസോ, അവർ ചെയ്യാനുള്ളത് ചെയ്തിട്ട് BJP മാറി നിൽക്കുന്നു. ലെറ്റ് us see how they BJP കംഫർട്ട് സോണിലല്ല നിൽക്കുന്നത്. കൂടെയുള്ള ആളുകളുടെ ആരോപണങ്ങൾക്ക് ശരവ്യമായി നിൽക്കുകയാണ്. ടെൽ മീ വൺ പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഈസ് ഇൻ ദ കംഫർട്ടബിൾ സോൺ. ഈ ഇഷ്യൂലല്ല, ഞാൻ ഈ ഇഷ്യൂല പറഞ്ഞത്. ഏത് ഇഷ്യൂവിലാണെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി എപ്പോഴും അൺകംഫർട്ടബിൾ സോണിലാണ് നിൽക്കുന്നത്. എൻ്റെ വോട്ട് എന്താവും, എനിക്ക് ഭരണം കിട്ടുമോ, ഞാൻ തോറ്റു പോകുമോ, എനിക്ക് കെട്ടി വെച്ച് കാശ് കിട്ടുമോ, ഈ ആശങ്ക പൊളിറ്റിക്കൽ പാർട്ടികളെ അലട്ടിക്കൊണ്ടിരിക്കുക. അതാണ് ജനാധിപത്യത്തിൻ്റെ സ്വഭാവം. ദേ വിൽ ബി ഓൾവേസ് അണ്ടർ പ്രഷർ ഫോർ വൺ റീസൺ ഓർ ദ അതർ. ഈ റീസൺ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലമായിട്ട് ഇവരുടെ ധാരണ ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് ഒരു യാഥാർത്ഥ്യമാണ്. തൃശ്ശൂർ സുരേഷ് ഗോപിയും കൂടെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ഉറപ്പായി ക്രിസ്ത്യാനികൾ പാലം വലിച്ചു. അപ്പോൾ ക്രിസ്ത്യാനികളെ തിരിച്ചു പിടിക്കണം. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക, ആ ഇഷ്യൂ ഞങ്ങൾ സോൾവ് ചെയ്തെന്ന് വരുത്തുക. ഈ പൊളിറ്റിക്സ് BJPക്ക് മനസ്സിലാകാതിരിക്കുന്നു. അപ്പോൾ BJPയും രംഗത്തേക്ക് ചാടിയിട്ട് ഞങ്ങൾ തന്നെയാണത് സോൾവ് ചെയ്തത്, നോട്ട് യു. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത്, അത് സോൾവ് ചെയ്തു, ഓക്കെ, ഞങ്ങളത് സോൾവ് ചെയ്തു.
അപ്പോൾ ഇൻറ്റേർണൽ ആയിട്ട് കുറച്ച് ഡാമേജ് പറ്റി. അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തണ്ടേ BJP ഇനി? തീർച്ചയായും നടത്തും, തീർച്ചയായും നടത്തും. ബിക്കോസ് ഇത് BJPയുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ ക്ഷോഭിച്ചു. BJPയുടെ ടോപ്പിലുള്ള രണ്ടുപേര് തമ്മിൽ ഉള്ള സാങ്കല്പികമായ സംസാരം. നമ്മുടെ ആളുകൾ ഭയങ്കര ക്ഷോഭത്തിലാണല്ലോ. മറ്റേയാൾ പറയുന്നത് നമ്മുടെ ആളുകളല്ലേ, അതിലെല്ലാണെങ്കിൽ നമ്മുടെ ആളുകളാണ്, അവരോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. സമയമുണ്ടല്ലോ, അടുത്ത ബൈഠക്ക് വിളിക്കുമ്പോൾ അത് പറഞ്ഞ് ഇന്നതാണ് അതിൻ്റെ സംഭവം. നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടാകും, ചിലപ്പോൾ പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ദേഷ്യം താനെ അലിഞ്ഞു പോകും. മാത്രമല്ല, ഹിന്ദു ഗ്രൂപ്പ്സിന് വേറൊരു ഓൾട്ടർനേറ്റീവും ഇല്ല. അതെ, വാട്ട് വിൽ CPM നോട്ട് ചെയ്യുക, അതോ കോൺഗ്രസ് നോട്ട് ചെയ്യുക? കുറേ പേര് നോട്ടേക്ക് വോട്ട് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേര് വോട്ട് ചെയ്യാതിരിക്കും, കുറച്ച് പേര് ചെയ്യാതിരിക്കും. തീർച്ചയായിട്ടും ദേഷ്യം മാറാത്തവർ ആർക്കും വോട്ട് ചെയ്യണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നോട്ടേക്ക് വോട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. ദാറ്റ് ഡാമേജ് വിൽ ബി ഡൺ. അതിന് പരിഹാരമൊന്നുമില്ല. എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അതിന് പരിഹാരമില്ല, പിന്നെ ഒന്നും ചെയ്യാനില്ല. ഏതായാലും സഭ എന്തിനാണ് ഇത്ര കലിതുള്ളിയതെന്നുള്ള ആ രഹസ്യം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനി വരാനിരിക്കുന്നത് നമുക്ക് സഭാ നേതൃത്വം ഉത്തരം പറയേണ്ട ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ ഈ ഡിസ്പ്രപ്പോർഷനേറ്റ് സമരം നടത്തിയത് എന്തിനാണ്? അത് എന്തായാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയല്ല. ജാമ്യം കിട്ടാൻ നിങ്ങൾ ഈ സമരം ചെയ്തില്ലെങ്കിലും ജാമ്യം കിട്ടും അവർക്ക്. കാരണം കേസിൻ്റെ നേച്ചർ അങ്ങനത്തെയാണ്. അത് ഈസിലി അങ്ങ് സാധിച്ചെടുക്കാം എന്നല്ല ഞാൻ പറയുന്നത്. ദ നേച്ചർ ഓഫ് ദ കേസ് അവർ ഫ്രെയിം ചെയ്തിരിക്കുന്നത് തന്നെ. ഇപ്പം ഞാൻ NIA കോർട്ടിൻ്റെ ജഡ്ജ്മെൻ്റ് എടുത്ത് വായിച്ചു. 10 പേജുള്ള ജഡ്ജ്മെൻറ്റാണ്. അതിൽ ക്ലീനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കുറേ അധികം അപ്രഹെൻഷൻസും കുറേ സസ്പീഷനും. ഇതാണ് FIRൻ്റെ അടിസ്ഥാനം. അതായത് ആശങ്കയും സംശയവും. തെളിവ് ശേഖരണം മുഴുവനായിട്ടില്ല. അപ്പോൾ ആശങ്കയുടെയും സംശയത്തിൻ്റെയും പുറത്ത് ഇത്രയും ദിവസം ജയിലിൽ കിടക്കേണ്ട കാര്യമില്ല. കസ്റ്റഡി ഒട്ടും ചോദിച്ചിട്ടുമില്ല. Therefore, I am giving them bail. And bail with stringent conditions. ഇന്ത്യക്ക് പുറത്ത് പോകാൻ പാടില്ല, പാസ്പോർട്ട് സറണ്ടർ, മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല. മാധ്യമങ്ങൾ മാത്രമല്ല, ഏറ്റവും ദുരിതം ഏതാണെന്ന് വെച്ചാൽ 15 ദിവസം കൂടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം. ഇത് കന്യാസ്ത്രീമാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ്. ഇപ്പോൾ അവർ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നു. ഇമ്മീഡിയറ്റ്ലി ദേ ഹാവ് ടു ഗോ ബാക്ക്. കാരണം 15 ദിവസത്തിനുള്ളിൽ അടുത്ത ഒപ്പിടേണ്ട തീയതിയാവും. അല്ല, ബെയിൽ കണ്ടീഷൻ റിലാക്സ് ചെയ്ത് കിട്ടാൻ പുതിയൊരു ആപ്ലിക്കേഷൻ കൊടുക്കാം. സാധാരണ ഈ നമ്മുടെ ക്രിമിനൽ കേസുകളിൽ റിലീഫ് കിട്ടുന്നത് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടാണ്. ആദ്യം ഇത് പറയും 15 ദിവസം ബുദ്ധിമുട്ടാണ്, മാസത്തിലൊരിക്കലാക്കാം. അതൊന്നും പറ്റില്ല. 3 ആഴ്ചയിലൊരിക്കൽ, 21 ദിവസം, 21, പിന്നെ അത് 30 ആക്കി. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യമായിട്ടൊന്ന് വത്തിക്കാനിൽ പോകാൻ ഞങ്ങളുടെ കോൺഗ്രഗേഷനാണ്, അതുകൊണ്ടൊന്ന് പുറത്ത് പോകാൻ അനുവദിക്കുക. പാസ്പോർട്ട് തൽക്കാലം തിരിച്ചു തരണം. ഞാൻ 10-ാം തീയതി പോയിട്ട് 27-ാം തീയതി തിരിച്ചു വരും. അങ്ങനെ ചെയ്ത് പിന്നെ പാസ്പോർട്ട് നമ്മൾ. ഇത് ക്രിമിനൽ കേസിലെ സാധാരണ നടപടിക്രമമാണ്. ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടേ നിങ്ങൾക്ക് റിലീഫ് കിട്ടുള്ളൂ. ബട്ട് അതുവരെയുള്ള ദുരിതം അനുഭവിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ കണ്ടീഷൻ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് അതേസമയം ഇത് അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തു. സസ്പീഷൻ ആൻഡ് അപ്രഹെൻഷൻ, ആശങ്കയും സംശയവുമാണ്. ബാക്കി തെളിവുകൾ ഇനി കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ഇവർ ഈ കാണിക്കുന്ന ബഹളം വാസ്തവത്തിൽ ഇവർക്കെതിരായിട്ട് പോകും കേട്ടോ. കോടതിയിൽ വലിയ പ്രശ്നമാണ്. യു മേക്ക് എ ഷോ ബിഫോർ ദ കോർട്ട്, ഓൾ ലൈക്ലിനെസ് ഇറ്റ് വിൽ ഗോ അഗൻസ്റ്റ് യു. അത് ക്രൈസ്തവ, എനിക്ക് തോന്നുന്നത് ഈ കേസിൽ അങ്ങനെ സംഭവിക്കില്ല. ഛത്തീസ്ഗഡിൽ ബഹളം വയ്ക്കാതെ കേരളത്തിൽ ബഹളം വയ്ക്കാനുള്ള കാര്യം അതാണ്. അല്ല, പ്രോസിക്യൂഷൻ പറഞ്ഞാലേ കോടതി ഇത് അറിയത്തുള്ളൂ. പ്രോസിക്യൂഷൻ പറയത്തില്ലല്ലോ. പ്രോസിക്യൂഷൻ ഓൾറെഡി ദേ ഹാവ് ഡിസൈഡഡ് നോട്ട് ടു പെർസ്യൂ ദിസ് ഫർദർ. അതെ, ഒരു ടഫ് സ്റ്റാൻഡ് എടുക്കണ്ട എന്നൊരു ഡിസിഷനായിരുന്നു. അതുകൊണ്ട് ജഡ്ജി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രോസിക്യൂട്ടർ പ്രസൻറ്റഡ് ഉള്ളി ഫോർമൽ ഒബ്ജക്ഷൻ. ഫോർമൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു ഫോർമൽ ഒബ്ജക്ഷൻ ഒരു ലീഗൽ ടേം അല്ല.
അപ്പം അത് ഇങ്ങനെ പേരിന് പറഞ്ഞു പോയി. ആ ജാമ്യം കൊടുത്താൽ വലിയ കുഴപ്പമാകും കേട്ടോ. ആ. എന്ത് കുഴപ്പം? അല്ല, പ്രശ്നമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഫോർമൽ ഒബ്ജെക്ഷൻ. അപ്പോൾ ദാറ്റ്സ് എ സിഗ്നൽ ദാറ്റ് ജാമ്യം കൊടുത്തേക്ക് എന്നാണ്. ഞാൻ പറഞ്ഞിട്ട് കൊടുത്തു എന്ന് വേണ്ട. അതുകൊണ്ട് നമ്മുടെ ശിവശങ്കര പണിക്കർ, ഫേമസ് അഡ്വക്കേറ്റ് ജനറൽ ഉണ്ടായിരുന്നു, ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ്റെ അച്ഛൻ ശിവശങ്കര പണിക്കർ. അപ്പോൾ അദ്ദേഹം സർക്കാർ ഭാഗത്തു നിന്ന് അപ്പിയർ ചെയ്യുമ്പോൾ ഇതുപോലെ ജാമ്യം കൊടുക്കാവുന്ന കേസാണ്, പക്ഷേ സർക്കാർ ആയതുകൊണ്ട് ജാമ്യം കൊടുക്കരുതെന്ന് വാദിക്കണം. അപ്പോൾ പുള്ളി ജഡ്ജിമാരെ നോക്കി നിൽക്കുമ്പോൾ ഹൈക്കോടതിയിലെ സെറ്റപ്പ് അറിയാമല്ലോ, വക്കീലിൻ്റെ പുറകുവശം നമ്മൾ കാണുള്ളൂ, മുൻവശം ജഡ്ജിയാണ് കാണും. ശിവശങ്കര പണിക്കർ സാറ് ഘോരം ഇവന് ജാമ്യം കൊടുക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, തല്ലിപ്പൊളിയാണ്, മാടയാണ് കുടയാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കുക. അതിൻ്റെ കൂടെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും. ഇത് പുറകിലുള്ളവർ കാണുന്നില്ല. അത് പറയുമ്പോൾ പണിക്കർ സാറ് അടിച്ച് കസറിയെന്നൊക്കെ പറയും. പക്ഷെ സംഗതി ഈ സിഗ്നലിൽ ജഡ്ജിക്ക് കാണാം, കൊടുത്തേക്ക് പറഞ്ഞു. പക്ഷേ കാരണം ഹൈക്കോടതി വരെ എത്തി, ദിവസം കുറേ ആയി ജയിലിൽ കിടക്കുമ്പോൾ കൊടുത്ത് തീർക്ക്, ഇതാണ്. പക്ഷേ ഇതിപ്പോൾ ഒഫീഷ്യലി പറയാൻ പറ്റില്ല. സോ ഹി മാനേജസ്. അപ്പോൾ എന്ന് പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.